ഇസ്രായേൽ ഇറാൻ യുദ്ധം കാരണം ലോകമാകമാനം എണ്ണയുടെ ദൗർലഭ്യത്തെയും വിലവർദ്ധനവിനെയും ഭയത്തോടെ നോക്കിക്കാണുമ്പോൾ രാജ്യ തലസ്ഥാനത്ത് ഹൈഡ്രജൻ ബസ് സർവീസുകൾ ആരംഭിച്ചു. ഇന്ത്യയിൽ ഗ്രീൻ മൊബിലിറ്റിയും ശുദ്ധമായ ഊർജവും പ്രോത്സാഹിപ്പിക്കുന്നതിനുള്ള പ്രധാനമായ ചുവടുവയ്പിലേക്കാണ് രാജ്യം കടന്നിരിക്കുന്നത്. ഭാവിയിൽ രാജ്യത്തുടനീളമുള്ള മറ്റു നഗരങ്ങളിലും സമാനമായ ഹൈഡ്രജൻ അധിഷ്ഠിത ഗതാഗത സേവനങ്ങൾ അതിവേഗം എത്തും. ബസ്സുകളിൽ GPS ട്രാക്കിംഗ് സംവിധാനങ്ങൾ സജ്ജീകരിച്ചിരിക്കുന്നതിനാൽ ബസ്സുകളുടെ തത്സമയ സ്ഥലങ്ങൾ നിരീക്ഷിക്കാൻ കഴിയും. സുരക്ഷ ശക്തിപ്പെടുത്തുന്നതിനായി CCTV ക്യാമറകളും സ്ഥാപിച്ചിട്ടുണ്ട്. 35 യാത്രക്കാർക്ക് ഒരേ സമയം ബസ്സിൽ സഞ്ചരിക്കാം. മറ്റ് ഇന്ധനങ്ങളിലോടുന്ന ബസ്സുകളെ അപേക്ഷിച്ച് സുഖകരവും സുരക്ഷിതവുമായ യാത്രാനുഭവമാണ് ഹൈഡ്രജൻ ബസ്സുകളിലെ ആധുനിക സാങ്കേതിക വിദ്യ നൽകുന്നത്. ഡൽഹിയിൽ ഷട്ടിൽ സർവീസുകൾ തിങ്കൾ മുതൽ വെള്ളി വരെയാണ് പ്രവർത്തിക്കുന്നത്. രാവിലെ 8:30 മുതൽ ഉച്ചയ്ക്ക് 12:30 വരെയും വൈകുന്നേരം 3:30 മുതൽ 6:30 വരെയുമാണ് സർവീസുകൾ. ഓരോ 30 മിനിറ്റിലും ബസ് ലഭ്യമാകും. യാത്രക്കാർക്കുള്ള ടിക്കറ്റ് നിരക്കുകൾ ലളിതമാക്കിയിട്ടുണ്ട്. നാഷണൽ കോമൺ മൊബിലിറ്റി കാർഡ്, UPI, ക്യാഷ് പേയ്മെന്റുകൾ എന്നിവ ഉപയോഗിച്ച് ടിക്കറ്റുകൾ വാങ്ങാം. 10 മുതൽ 15 വരെയാണ് ദൂരത്തിനനുസരിച്ച് ക്യാഷ് റേറ്റുകൾ. ബസ് ഓപ്പറേഷൻസ്, ടിക്കറ്റിംഗ്, കണ്ടക്ടർ, പാസഞ്ചർ സഹായം എന്നിവ DMRC ആണ് കൈകാര്യം ചെയ്യുന്നത്. IOCL ഡ്രൈവർമാരെയും ഹൈഡ്രജൻ ഇന്ധനവും നൽകുന്നു. ന്യൂസ് ഡെസ്ക്, മലയാളം ടെലിവിഷൻ. In the heart of Malappuram, with traditions weave seamlessly into modernity, KMT tells a story of unity. Redefining beauty, transforming generation. KMT Silks, Perinthalmanna and Kottakkal.